What's happening people, this is Kochimachan and welcome back to another vlog. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒരു GoPro Max എടുത്തു, പിന്നെ നമ്മുടെ ആശാന് വേണ്ടി GoPro Hero 8 എടുത്തു. അത് ഹോപ്പ്ഫുള്ളി പുള്ളിയുടെ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും. അൺബോക്സിങ് കാര്യങ്ങളൊക്കെ പുള്ളിയുടെ തന്നെ വെച്ചോട്ടോ, ഞാൻ അതിൻ്റെ ഒന്നും ചെയ്യണില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ GoPro Maxൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ഞാനപ്പോൾ മാക്സ് അൺബോക്സ് ചെയ്തിട്ടില്ല കേട്ടോ, യൂസ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. യെസ്, അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഞാൻ പ്ലാസ്റ്റിക് കവർ പോലും പൊളിച്ചിട്ടില്ല കേട്ടോ ഇതിൻ്റെ. അപ്പോൾ നമ്മുടെ GoPro Max അൺബോക്സിങ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു ക്രിയേറ്റീവിൻ്റെ എക്സ്റ്റെൻഡഡ് വാറണ്ടി. ഇപ്പോൾ നമ്മൾ GoPro വാങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ GoProയ്ക്കും ഈ ഒരു എക്സ്റ്റെൻഡഡ് വാറണ്ടി ഉണ്ട്. അതായത് 2 years വാറണ്ടി, ഫുൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി നമുക്ക് കിട്ടും. അതുകൂടാണ്ട് ഇത് നമ്മുടെ GoProയുടെ പാസ്പോർട്ട് പ്രോഗ്രാമിൻ്റെ ഒരു കാർഡും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നോക്കാം എന്താ ഉള്ളതെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ Hero 8, Hero 7 വന്ന അതേപോലത്തെ ഒരു ബോക്സിൽ തന്നെയാണ് നമ്മുടെ മാക്സും വന്നേക്കണേ. അപ്പോൾ ഇതിനെ ഇവിടെ GoPro Max എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ അകത്തുള്ള ആക്സസറീസ് GoPro Max, ബാറ്ററി, അതിൻ്റെ മൗണ്ട്, കേബിള്, പിന്നെ പ്രൊട്ടക്റ്റീവ് ലെൻസ്, കവർ, പിന്നെയും അതിൻ്റെ മൗണ്ടും അതിൻ്റെ ആ സ്ക്രൂ, ഇതാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ GoPro ആപ്പിനെ പറ്റിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് കൂടാണ്ട് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറയുടെ ഫുൾ സ്പെക്കാണ്. 16.6 മെഗാപിക്സൽ ക്യാമറയാണ്. 5.6K 30 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ 2x സ്ലോ മോഷൻ ഉണ്ട്. അതുകൊണ്ട് മാക്സ് ഹൈപ്പർ സ്മൂത്ത്, മാക്സ് ടൈം വാർപ്പ്, അതുകൂടാണ്ട് 1080p ലൈവ് സ്ട്രീമും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൽ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ 360 വീഡിയോ പാനോറമിക് വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ 6 മൈക്സ് ഉണ്ട്. അപ്പോൾ സറൗണ്ട് സൗണ്ട് പോലെ എന്ന് വെച്ചാൽ 360 ഓഡിയോ വരെ നമുക്കിതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ GPS കാര്യങ്ങളും 16 feet അണ്ടർ ദ വാട്ടർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സാധനം. ഇനി ഞാൻ പൊളിക്കാമല്ലേ, കുറേ നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് പൊളിക്കാൻ അടിയിലൊരു നീല സാധനമുണ്ട്, വെച്ച് പൊളിക്കുക, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ അൺബോക്സിങ്. അപ്പോൾ മാക്സ് ഞാൻ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സ്. ഇവിടെ നമുക്ക് എല്ലാ GoPro ഇങ്ങനെ തന്നെയല്ലേ വന്നെ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എല്ലാ GoPro ഇവിടെ അതിൻ്റെ ഒരു മൗണ്ടിലായിരിക്കും തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ ഉള്ളത് GoPro Plus, അവരുടെ ക്ലൗഡ് സ്റ്റോറേജും അൺലിമിറ്റഡ് സ്റ്റോറേജും കാര്യങ്ങളുടെ മെമ്പർഷിപ്പിൻ്റെ ഒരു കാർഡാണ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ GoPro ആപ്പിൻ്റെ ഒരു കാർഡും, പിന്നെ നമുക്കിങ്ങനെ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യണ കാര്യങ്ങളും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് കുറേ ഉണ്ടല്ലോ, ഇത് വേറെ ഭാഷയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാർണിംഗ് ഉണ്ട്, ഇത് എന്തൊക്കെയോ കുറേ സാധനങ്ങൾ. GoProയുടെ സ്റ്റിക്കർ ഉണ്ട് കേട്ടോ, ഒരു GoProയുടെ സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ 2 GoProയുടെ സ്റ്റിക്കർ ഉണ്ട്. ഇത് നമുക്ക് എല്ലാ GoProയോടൊപ്പം കിട്ടും. പിന്നെ ഒരു മാനുവൽ ഉണ്ട്, GoProയുടെ സേഫ്റ്റി പ്രൊഡക്ട്സ് എങ്ങനെ യൂസ് ചെയ്യണം, വാറണ്ടി കാര്യങ്ങൾ എല്ലാത്തിനെയും പറ്റി പറയണ ഒരു മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ വേറൊരു സെറ്റപ്പും കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ മെയിൻ സാധനങ്ങൾ. ഇതാണ് നമ്മുടെ പ്രൊട്ടക്റ്റീവ് ലെൻസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഫിക്സ് ചെയ്യണം, എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ കുറേ ഭാഷയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതിൻ്റെ അകത്തുള്ള ഒരു പൗച്ചാണ്. ഇതിൻ്റെ അകത്താണ് പ്രൊട്ടക്റ്റീവ് ലെൻസ് അല്ല, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് കഴിയുമ്പോൾ. പിന്നെ നമ്മുടെ ചാർജിങ് കേബിൾ, മൗണ്ട്, 2 കവർ, നമ്മുടെ ലെൻസ് കവർ, പിന്നെ നമ്മുടെ ബിഗ് ബാറ്ററി. ഇതാണ് നമ്മുടെ GoPro Maxൻ്റെ ബാറ്ററി, കണ്ടോ, ഇതാണ് നമ്മുടെ മാക്സിൻ്റെ ബാറ്ററി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്, നമ്മുടെ GoProയുടെ ബോക്സിൻ്റെ അകത്ത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ആ പൗച്ചിൽ എന്താണെന്ന് കാണിച്ചു തരാം, പിന്നെ നമുക്ക് മാക്സ് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ GoProയുടെ പൗച്ച്. ഇത് നമ്മുടെ യൂസ് എന്ന് വെച്ചാൽ നമുക്ക് മാക്സ് യൂസ് വേണ്ടി ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കാം. അത് കൂടാണ്ട് ഇതിൻ്റെ അകത്ത് 2 ചെറിയൊരു പോക്കറ്റും കൂടെ ഉണ്ട്. അതിൻ്റെ അകത്താണ് നമ്മുടെ പ്രൊട്ടക്റ്റീവ് ലെൻസ് വെച്ചേക്കണം. ഇതാണ് നമ്മുടെ പ്രൊട്ടക്റ്റീവ് ലെൻസ് GoPro Max. ഇത് നമ്മൾ മാക്സിൻ്റെ മേളിൽ നമ്മൾ ജസ്റ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മാക്സിൻ്റെ ലെൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര പെട്ടെന്ന് സ്ക്രാച്ച് ആവും. അപ്പോൾ ആ സ്ക്രാച്ചൊക്കെ വരാണ്ടിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പ്രൊട്ടക്റ്റീവ് ലെൻസ് നമ്മൾ മാക്സിൽ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് നമുക്കിനി മാക്സ് നമുക്ക് ഒന്ന് ബാറ്ററി ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ GoPro Max. സാധാരണ GoProനേക്കാളും കുറച്ച് വെയിറ്റ് ഉണ്ട്, പിന്നെ സൈസും ഉണ്ട്. കാര്യം അറിയാലോ, 360 ക്യാമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റേതായിട്ടുള്ള പ്രോസസ്സിങ് കാര്യങ്ങളും വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സിൻ്റെ സ്ക്രീൻ. ഇത്രയും അത്യാവശ്യം നല്ല വലിയ സ്ക്രീൻ ആട്ടോ. കാര്യം നമുക്ക് ഫ്രണ്ടിലത്തെ ലെൻസ് ഉപയോഗിക്കുമ്പോഴും നമുക്ക് നമ്മുടെ ഫേസ് തന്നെ കാണാൻ പറ്റും. അപ്പോൾ വ്ളോഗിങ്ങിനൊക്കെ അത്യാവശ്യം നല്ലതാണ്. പിന്നെ മൈക്കാണ്, നമുക്ക് ഇവിടെ ഒരു മൈക്ക് ഉണ്ട് സൈഡിൽ, പിന്നെ മേളിലുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ റെക്കോർഡ് ബട്ടണും കാര്യങ്ങളൊക്കെ മേളിൽ തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്ക് മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വെയിറ്റ് അങ്ങനെ തോന്നിക്കില്ല. ബട്ട് നോർമൽ GoPro ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് വെയിറ്റ് ഇതിന് കൂടുതലുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡ് കവർ. ഇത് തുറന്നിട്ടാണ് നമ്മൾ നമ്മുടെ ബാറ്ററി ഇടാൻ പോണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി. അത്യാവശ്യം വലിയ ബാറ്ററിയാണ്, ഒരു 1700 mAh ബാറ്ററിയാണ് നമുക്ക് മാക്സിൽ വന്നേക്കണേ. അപ്പോൾ നമ്മൾ ബാറ്ററി ജസ്റ്റ് ബാറ്ററി ഇട്ടു. സ്ക്രീനും കൂടെ ഉണ്ട്, ഇതും കൂടെ നമുക്കൊന്ന് പൊളിച്ചു കളയാം.
ഇപ്പോൾ സാധനം ഓണായിട്ടുണ്ട്, കണ്ടോ ഗോപ്രോ ഓണായി വന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ക്രീനിൽ നമ്മൾ കാണാൻ പോകുന്ന ലാംഗ്വേജ് കാര്യങ്ങൾ. ലീഗൽ സ്റ്റഫോ അല്ല, ഓക്കെ, ലീഗൽ എഗ്രി കൊടുത്തു. GPS ഓഫ്. GPS ഒക്കെ നമുക്ക് കൂടുതൽ ചാർജ് പോകും കേട്ടോ. പിന്നെ ഇത് ഗോപ്രോ ആപ്പ് എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ സെറ്റപ്പൊക്കെയാണ്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. സ്കിപ്പ്. ഡേറ്റൊക്കെ പിന്നെ പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ക്രീൻ, ചെറിയൊരു സ്ക്രീൻ. അത്യാവശ്യം കുഴപ്പമില്ല, സാധാരണ ഗോപ്രോയേക്കാളും കുറച്ചും കൂടെ വലിയ സ്ക്രീനാണ്, കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് സ്ക്രീന്. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ഗോപ്രോ, അതാണ് നമ്മുടെ ഗോപ്രോ മോഡ്. അതിലേക്ക് നമ്മൾ ഞെക്കുമ്പോഴത്തേക്കും കണ്ടോ, ഇപ്പോൾ നമുക്കൊരു ഗ്ലോബ് വന്നില്ലേ, അതാണ് നമ്മുടെ ഗോപ്രോ 360 മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറേ സെറ്റിങ്സിലേക്ക് പോയാൽ നമുക്ക് കുറേ ഓപ്ഷൻസും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കിട്ടും. പിന്നെ ബാക്കിയെല്ലാം നോർമൽ ഗോപ്രോയുടെ തന്നെ സെറ്റപ്പാണ്. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഈ ബട്ടൺ ഞെക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ, അതായത് ടൈം ലാപ്സ്, വീഡിയോ, ഫോട്ടോ, എല്ലാ കാര്യങ്ങളും എടുക്കാനുള്ള ആ ഒരു സെറ്റപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലെൻസ് എടുത്തിട്ട് നമുക്ക് ഈ ബട്ടൺ ഞെക്കുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്ഷൻ ഏത് ലെൻസ് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഏത് ലെൻസ് വേണമെന്ന് നമുക്ക് അത് ഞെക്കിയാൽ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും ഏത് ലെൻസ് വേണം എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഗോപ്രോ മാക്സിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഇനി നമുക്ക് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ എൻ്റെ വണ്ടിയിലും അതുകൂടാണ്ട് നമ്മൾ അടുത്ത റിവ്യൂവിന് തന്നെ വേറൊരു വണ്ടിയിലും വെച്ചിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം. നിങ്ങൾക്ക് മൈക്കിൻ്റെ ക്വാളിറ്റിയും കൂടെ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ SLRൽ ബോയയുടെ മൈക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കേൾപ്പിച്ചു തരാം എന്താണ് വ്യത്യാസം എന്ന്. ഇതാണ് നമ്മുടെ ഗോപ്രോ മാക്സിലെ വീഡിയോ. ഇതിൻ്റെ ഒരു 6 മൈക്ക് ഉണ്ട്. അപ്പോൾ ആ സറൗണ്ട് സൗണ്ട് മൊത്തം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ബട്ട് അത്യാവശ്യം നോയ്സ് ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു ക്ലാരിറ്റി നമുക്ക് ഇതിൻ്റെ മൈക്കിൽ നിന്ന് കിട്ടും. നമ്മൾ കുറച്ച് ലൗഡായിട്ട് സംസാരിക്കുന്നത് നമ്മൾ ആ ഡയറക്ഷണൽ ബോയ മൈക്ക് അല്ലെങ്കിൽ നമ്മൾ SLRൽ ഉപയോഗിക്കുന്ന മൈക്കിൻ്റെ അത്രയും ഒരു ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ ഒരു മൈക്കിൽ നിന്ന് കിട്ടില്ല. ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ല മൈക്കാണ്, നല്ല രീതിയിൽ എല്ലാം ക്യാപ്ചറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഗോപ്രോ റിലേറ്റഡ് എന്തെങ്കിലും ക്യാമറ ആക്സറീസ്, ക്യാമറ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് V-Traders കോൺടാക്ട് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് എല്ലാ ആക്സറീസും ക്യാമറയും എല്ലാം അവൈലബിൾ ആയിരിക്കും. സോ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെല്ലൈക്കൻ ഉണ്ട്, ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരും നിങ്ങൾ സ്വന്തം കൊച്ചിമച്ചാൻ. ബൈ. ലൈറ്റ് എവിടെ ദൈവമേ കത്തണേ, ഇതിൻ്റെ ലൈറ്റൊക്കെ എവിടെയാ? അത് കട്ട് ചെയ്യണേ.